മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച അതിവേഗ റെയിൽ പദ്ധതിയിൽ വിശദമായ ചർച്ചകൾക്കും തുടർ നടപടികൾക്കും ഒരുങ്ങി സർക്കാർ. ശ്രീധരൻ സമർപ്പിച്ച DPR പരിശോധിച്ച് 2 ആഴ്ചയ്ക്കകം മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ തീരുമാനമെടുക്കും. 3 വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ച് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ 3.5 മണിക്കൂർ കൊണ്ട് യാത്ര സാധ്യമാക്കുന്നതാണ് പുതിയ പദ്ധതി. TV പ്രസാദ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. TV പ്രസാദ്, ഗുഡ് മോർണിംഗ്. വലിയ പദ്ധതിയാണ്. നിലവിൽ ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ബദൽ പദ്ധതിക്ക് അനുകൂലമായി തന്നെയാണ് സർക്കാർ പ്രതികരിക്കുന്നത്. പക്ഷേ വിശദമായ കൂടിയാലോചനകൾ ആവശ്യമുണ്ട്. മുന്നണിക്കകത്ത് കൂടിയാലോചനകൾ വേണം. എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ രൂപപ്പെടാൻ സാധ്യതയുണ്ടോ? പ്രായോഗികമായി പ്രശ്നങ്ങളുണ്ടോ? അതിന്റെ എല്ലാ സാധ്യതകളും വിശദമായി തന്നെ വിലയിരുത്തേണ്ടതുണ്ട്. എങ്കിലും തീരുമാനം വൈകില്ല. 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ സർക്കാർ അത് സംബന്ധിച്ച് കൃത്യമായൊരു നിലപാടും രൂപരേഖയും പറയും. TV പ്രസാദ്. റിജിത്ത്, ശ്രുതി അത് തന്നെയാണ്. സംസ്ഥാനത്തിന് പ്രധാനമായ ഒരു പദ്ധതി വേണം എന്ന കാര്യത്തിൽ ആർക്കും തർക്കവുമില്ല. തിരുവനന്തപുരം മുതൽ വടക്കൻ ജില്ലകളിലേക്ക് വളരെ പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് കാഴ്ചപ്പാട്. നേരത്തെ അത് സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പ്രതിഷേധത്തിന് ഇടവച്ചിരുന്നു. അത് പ്രധാനമായും ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള തർക്കങ്ങളാണ്. അതുപോലെ തന്നെ പാരിസ്ഥിതിക ആഘാത പഠനം വേണ്ടവിധം നടത്തിയില്ലെന്നും ഒടുവിൽ കേന്ദ്രത്തിന്റെ അംഗീകാരം പോലും കിട്ടാത്തൊരു സാഹചര്യത്തിലാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ UDF സർക്കാർ അത് റദ്ദ് ചെയ്യുകയും ചെയ്തത്. അങ്ങനെയെങ്കിൽ ബദൽ എന്ത് എന്ന ചോദ്യത്തിൽ നിന്നാണ് ഇ ശ്രീധരന് കൈകൊടുക്കാൻ നിലവിലുള്ള UDF സർക്കാർ തയ്യാറാകുന്നത്. അതിവേഗ റെയിൽപാതയുമായി ബന്ധപ്പെട്ട് ഇ ശ്രീധരന് നേരത്തെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലെത്തി വി ഡി സതീശനെ നേരിട്ട് കാണുകയും മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുകയും ചെയ്തു. 2 ആഴ്ചക്കകം അതിൽ നിലപാട് അറിയിക്കാം എന്നുള്ളതാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ മറുപടി. അതായത് ഇത് സംബന്ധിച്ച് ഇപ്പോൾ തയ്യാറാക്കിയത് പ്രകാരം നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനത്തെ 3 എയർപോർട്ടുകളെയും അത് ബന്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരം, കൊച്ചി, കരിപ്പൂര്. അതുകൂടാതെ ഇത് എത്തി നിൽക്കുന്നത് കണ്ണൂരിൽ മുണ്ടയാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. മുണ്ടയാട് എന്ന് പറയുന്ന പ്രദേശം അത് മട്ടന്നൂർ എയർപോർട്ടിന്റെ വളരെ അടുത്തുള്ള പ്രദേശമാണ്. തത്വത്തിൽ അത് 4 എയർപോർട്ടുകളെയും ബന്ധിപ്പിക്കുന്നു എന്ന രീതിയിൽ തന്നെ ഒരുപക്ഷെ വേണമെങ്കിൽ പറയാം. എന്തായാലും പൂജപ്പുര മുതൽ ഈ പറയുന്ന മുണ്ടയാട് വരെ നീളുന്ന ഈ പ്രൊജക്ട് 20 കിലോമീറ്റർ ഇടപെട്ട് 72 സ്റ്റേഷനുകൾ ആ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത അതിൽ വലിയ തോതിലുള്ള കുടിയൊഴിപ്പിക്കലോ കാര്യങ്ങളോ ഉണ്ടാകില്ല എന്നുള്ളതാണ്. പൂർണ്ണമായും മറ്റൊരു തരത്തിൽ സംവിധാനം ചെയ്യുന്ന തൂണുകളിൽ നിർമ്മിക്കുന്ന പാതയാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകാൻ ഇടയില്ല എന്നുള്ളതാണ്. സിൽവർ ലൈൻ പോലെ അത്ര വലിയ സാമ്പത്തിക ബാധ്യതയും വരാൻ സാധ്യതയില്ല എന്ന കണക്കുകൂട്ടലിലാണ് UDF സർക്കാരും ഉള്ളത്. അതുകൊണ്ട് തന്നെ പഠിച്ച ശേഷം അതിൽ കൈകൊടുക്കാനുള്ള തീരുമാനമാണുള്ളത്. മാത്രവുമല്ല, ഇതിൽ ഇപ്പോൾ UDF സർക്കാരിന് പോസിറ്റീവായിട്ടുള്ളത് ഇതിനെ എതിർക്കില്ല എന്നൊരു തീരുമാനം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്. അത് CPIMന്റെ നിലപാട് തന്നെയാണ്. അങ്ങനെ എതിർക്കില്ല എങ്കിൽ സ്വാഭാവികമായും സുഗമമായി 4 വർഷത്തിനകം പദ്ധതി പൂർത്തിയാക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസവും പ്രതീക്ഷയുമെല്ലാം UDF സർക്കാരിനുണ്ട്. അങ്ങനെയെങ്കിൽ അതിൽ ഒരു തീരുമാനം ഉടൻ ഉണ്ടായേക്കും എന്നുള്ളതാണ്. മറ്റുള്ള ഘടകകക്ഷികളോട് സംസാരിച്ച് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു ഉദ്യോഗസ്ഥരോടെല്ലാം സംസാരിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കും എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഒരു 2 മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഇത് പരിഗണിച്ച് ഇതിലൊരു തീരുമാനം ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. റിജിത്ത്, ശ്രുതി. ശരി, TV പ്രസാദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച കണക്കുകൾ പ്രകാരമാണെങ്കിൽ 60,000 കോടി രൂപ എന്നുള്ളതാണ് പദ്ധതിയുടെ ചെലവായി പ്രതീക്ഷിക്കുന്നത്. 800 പേർക്ക് ഒരേ സമയം യാത്ര ചെയ്യാവുന്ന തരത്തിൽ 12 ബോഗികൾ അതിലുണ്ടാകും. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള യാത്രയ്ക്ക് 3.5 മണിക്കൂർ സമയം മാത്രമാണ് ആവശ്യമായി വരിക. എന്താണ് സർക്കാരിനെ അത് സംബന്ധിച്ച തീരുമാനം എന്നുള്ളത് വൈകാതെ തന്നെ അറിയാൻ കഴിയും. TV പ്രസാദ് അതിന്റെ വിശദമായ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവയ്ക്കുകയായിരുന്നു.